5 ആശുപത്രിവാസത്തിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലേക്ക്. റോമിലെ അഗസ്റ്റിനോ ഗമേലി ആശുപത്രിയുടെ ബാൽക്കണിയിൽ നിന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിച്ചു. വത്തിക്കാനിലെ വസതിയിലേക്ക് മടങ്ങുകയാണെങ്കിലും ചുമതലകളിലേക്ക് പൂർണ്ണമായി എത്താൻ 2 മാസത്തെ വിശ്രമകാലം പിന്നിടണം. ആശുപത്രി ചാപ്പലിലെ പ്രാർത്ഥനകൾക്കു ശേഷം 10ാം നിലയിലെ പോപ്സ്യൂട്ടിന്റെ ബാൽക്കണിയിൽ മാർപ്പാപ്പ എത്തി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാർബിൾ പ്രതിമയുള്ള ഗമേലിയുടെ ആശുപത്രി അങ്കണത്തിൽ അക്ഷമരായി കാത്തുനിന്ന 100 കണക്കിന് വിശ്വാസികൾ ഫ്രാൻസിസ് എന്നുരുവിട്ട് ആരവം മുഴക്കുകയായിരുന്നു. അപ്പോൾ വർഷങ്ങളായി വീൽചെയറിലാണെങ്കിലും മുൻപത്തേതിലും ക്ഷീണിതനായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. തനിക്കു നേരെ മഞ്ഞ നിറത്തിലുള്ള പൂച്ചെണ്ട് നീട്ടിയ വിശ്വാസികളോട് മൈക്കിലൂടെ മാർപ്പാപ്പയുടെ വാക്കുകളെത്തി. ആശുപത്രി വിട്ടതിനു ശേഷമുള്ള ആദ്യ അഭിസംബോധന നന്ദി. തനിക്കുവേണ്ടി തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന വിശ്വാസി സമൂഹത്തിന് നന്ദി പറയാനായി ആ ചുരുങ്ങിയ നിമിഷങ്ങൾ അദ്ദേഹം ചിലവഴിച്ചു. ഫെബ്രുവരി 14 ശ്വാസകോശ സംബന്ധിയായ അസ്വസ്ഥതകളെ തുടർന്നാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1.5 മാസം നീണ്ട ഈ ചികിത്സാ കാലയളവിൽ ആരോഗ്യനില അതീവ ഗുരുതരമായ 2 ഘട്ടങ്ങളെയാണ് മാർപ്പാപ്പ അതിജീവിച്ചത്. അന്ന് ലാറ്റിൻ അമേരിക്ക മുതൽ യൂറോപ്പ് വരെയും ലോകമൊന്നാകെ തന്നെയും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. വത്തിക്കാനിലേക്ക് മടങ്ങുമ്പോഴും ഔദ്യോഗിക ചുമതലകളിലേക്ക് പൂർണ്ണമായെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത്. 2 മാസം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്വസനം സ്വാഭാവികമായി തിരിച്ചുപിടിക്കാൻ ഫിസിയോതെറാപ്പിയും സംസാരശേഷി പഴയ നിലയിലാക്കാൻ സ്പീച്ച് തെറാപ്പിയും നടത്തിവരികയാണ്. ഗമേലി ആശുപത്രിയിലെ ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിച്ച മെഡിക്കൽ സംഘം തുടർന്നുള്ള ആരോഗ്യ പുരോഗതിയും സസൂക്ഷ്മം വിലയിരുത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.